റോളിംഗാ എല്ലാം റോളിംഗ് അല്ലേ? ഓക്കെ. സോ ഇനി ഇവിടുന്ന് നമുക്ക് വർക്കൗട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മൾ പക്ക സ്ട്രേറ്റ് ആയിട്ട് മാറ്ററിലേക്ക് പോകുന്നു. ക്രിപ്റ്റോക്ക് എവിടെ എന്താന്നൊക്കെ ഉള്ളതൊന്ന് കീപ്പ് ചെയ്ത് വെച്ചുവാണെങ്കിൽ 15,593 $16,693 BTC. ക്രിപ്റ്റോ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫാളാണ് ആസ് ഓഫ് നോ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് എവർ കുഡ് ഹാപ്പൻ ടു ക്രിപ്റ്റോ എന്ന് പറയുന്നൊരു സംഭവം നടന്നിട്ടുണ്ട് FTXൻ്റെ. അതായത് വേൾഡ്സ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള FTX ഹാസ് സിങ്ക്ഡ് അല്ലേ ഫ്രം $32 billion to 0. ഒരു 3 year ജേണി അല്ലേ? 3 year ജേണി ഭയങ്കരമായിട്ട്. സോ FTX അറൗണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നൊരു ടൈമാണ്. FTX എന്ന് പറയുന്ന വേൾഡ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് അബ്സല്യൂട്ട് സീറോ വാല്യുവേറ്റഡ് റൈറ്റ് നൗ. അപ്പോൾ ഇതിന് അറൗണ്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ടുഡേയ്സ് മൈൻഡ് ആൻഡ് മണി പോഡ്കാസ്റ്റ്. സോ എവ്രിവൺ, വെൽക്കം ടു ദ മൈൻഡ് ആൻഡ് മണി പോഡ്കാസ്റ്റ്, ദ വേൾഡ്സ് ബെസ്റ്റ് ഫൈനാൻഷ്യൽ പോഡ്കാസ്റ്റ്. സോ FTXൻ്റെ ത്രൂ ഔട്ട് സ്റ്റോറി, FTX എന്ന് പറയുന്നതിൻ്റെ റൈസ്, സ്റ്റാർട്ടിങ്, ബിഗിനിങ്, ജേണി, ഫാള്, ഇത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം FTX വാസ് എ ബിഗ് തിങ്. കാരണം FTXൻ്റെ ഫൗണ്ടർ വാസ് എ ബിഗ് തിങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി SBF ബിഗിനിങ്. ഓക്കെ, SBF സാം ബാങ്ക്മാൻ ഫ്രൈഡ്, നല്ല പേര്. സോ ഹി വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഓൺട്രപ്രന്യർ. വളരെ സെലിബ്രേറ്റഡ് ആയിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഹി വാസ് എ ഫോബ്സ് ബില്യനയർ ലിസ്റ്റ്. ഒരുപാട് പേരൊക്കെ കേട്ട് വളരെ സെലിബ്രേറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു SBF എന്ന് പറയുന്നത്. ലൈക്ക് 30 വയസ്സ്. ഒരു 31 ഇയേഴ്സ് ഓഫ് ഏജിൽ, അതാ അത്രയും യങ് ഏജിൽ ഒരു ബില്യനെയർ, അതും വളരെ പെട്ടെന്നാവാൻ പറ്റിയതിലുള്ള എല്ലാ പേർക്സും എൻജോയ് ചെയ്തിട്ടുള്ള, പക്ഷെ ഹി വാസ് പ്രിറ്റി ഗുഡ് ഇൻ ഹിസ് ബിസിനസ് എന്നുള്ള രീതിയിലാണ് SBF. അങ്ങനെ ഒരു നല്ല പിക്ചറിൽ നിൽക്കുന്ന ഒരാളാണ് SBF എന്ന് പറയുന്നത്. അതിൽ പറയേണ്ട കാര്യം വെച്ചാൽ SBF സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ബൈ ആർബിട്രാജ് ട്രേഡിംഗ്. വാൾ സ്ട്രീറ്റിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അതെ. പിന്നെ ക്രിപ്റ്റോ ആർബിട്രാജ്, അതായത് US ആൻഡ് ജപ്പാനിലുള്ള, അപ്പോൾ യുഎസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അറൗണ്ട് 10,000 rupees ആണ് ക്രിപ്റ്റോക്കെങ്കിൽ, ജപ്പാനിൽ 11,000 ആണെങ്കിൽ US നിന്ന് വാങ്ങുന്നു, ജപ്പാനിൽ സെല് ചെയ്യുന്നു. വാസ് ദി ആക്ടിവിറ്റി വാസ് ഡൂയിങ് ആർബിട്രാജ്. അതിന് ഒരു ചെറിയ ടേം ഒക്കെ ഉണ്ട്. സോ ഹി വാസ് ഡൂയിങ് ദാറ്റ്. പക്ഷെ അത് ഹി വാസ് ഡൂയിങ് ഇൻ എ ബിഗ് സ്കെയിൽ, ചെറിയ സ്കെയിൽ അല്ല. ഹി വാസ് മേക്കിംഗ് മില്യൺസ് ഔട്ട് ഓഫ് ഇറ്റ്. ഒരുപാട് പൈസ ഉണ്ടാകുന്നുണ്ടായിരുന്നു ബൈ ദി ആർബിട്രാജ്. മേ ബി ആർബിട്രാജ് ട്രേഡിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡേഴ്സ് ആ ടൈമിൽ നിന്നൊക്കെ ആർബിട്രാജിൽ നോക്കിക്കഴിഞ്ഞാൽ ഹി വുഡ് ബി ദ SBF അങ്ങനെ ഒരു ആളാവാൻ സാധ്യതയുള്ള ആളാണ്. ലൈക്ക് എന്തോ ക്രിപ്റ്റോന്റെ മാൻ ഓഫ് ക്രിപ്റ്റോ സംതിങ് പറയുന്നുണ്ടാണല്ലോ. യെസ് അങ്ങനെ ഉണ്ട്. ഗോഡ് ഓഫ് ക്രിപ്റ്റോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ സെലിബ്രേറ്റർ ആണ്. ആളുടെ ട്രേഡിംഗ് മെത്തേഡ്സ്, ആള് ചെയ്യുന്ന രീതികളൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. വാസ് എ ബ്രില്യൻറ്റ് ട്രേഡർ. ഈ ട്രേഡർ എന്നുള്ള രീതിയിലല്ലാതെ വെൻ ഹി ഫൗണ്ടഡ് FTX ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, FTX സ്റ്റാർട്ട് ഔട്ട് ചെയ്തു. FTX സ്റ്റാർട്ട് ഔട്ട് ചെയ്തിട്ടും ആളെ ഇമേജുമായിട്ട് ഭയങ്കര കൺസേൺഡ്. ഹി വാസ് എ വെരി കൂൾ പേഴ്സൺ. ഈവൻ ദോ ഹീസ് എ ബില്യനെയർ, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ചില്ല് ചെയ്തിട്ട് ഓഫീസിൽ തന്നെ ഉറങ്ങുക, ഓഫീസിൽ തന്നെ കിടക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, വളരെ കാഷ്വൽ ആയിട്ട് നടക്കുക. ബിക്കോസ് നമ്മളെ നാസ്ഡെയിലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ജനറസ് ബില്യനെയർ എന്ന് പറഞ്ഞിട്ട്, കൂളസ്റ്റ് CEO, ജനറസ് ബില്യനെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദാറ്റ് വാസ് എ ഗുഡ് തിങ്. കാരണം ഹി ട്രൈ ടു മെയിൻറ്റെയിൻ എ ട്രസ്റ്റ് among people. അത് സോർട്ട് ഓഫ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ബ്രാൻഡിങ് ആക്ടിവിറ്റി ഓഫ് കോഴ്സ്. അപ്പം he planned and he was in a movement to create a trust and he was successful in it. അല്ലേ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രനർ ആണ്. ഫോർബ്സ്, ഫോർച്യൂൺ മാഗസിൻസിലൊക്കെ ആളുടെ പേര് വന്നിട്ടുണ്ട് ഇൻ എ ബില്യനെയർ ലിസ്റ്റ്. ഹി വാസ് ക്രിയേറ്റിംഗ് എ ചേഞ്ച് ഇൻ ദി ക്രിപ്റ്റോ വേൾഡ് ബിക്കോസ് FTX എന്ന് പറയുന്നൊരു സാധനം വളർന്ന സ്പേസ് ഇസ് വെരി ബിഗ്. കോയിൻ ബേസിനെ ടക്ക് എന്ന് പറഞ്ഞാണ് അത് ഓവർകം ചെയ്തിട്ട് SBF അത് ചെയ്തിട്ടില്ല. SBF വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. ലൈക്ക് 18 സ്റ്റാർട്ട് ചെയ്തത്. 2019 സ്റ്റാർട്ട് ചെയ്ത് 21 തന്നെ അത്യാവശ്യം വാല്യൂഷൻ ആയിട്ടുണ്ട്. 18 ബില്യണോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിഫോർ ദാറ്റ്, അപ്പം ഈ ബിഗിനിങ് എന്നുള്ള രീതിയിൽ SBF എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെൻ ഹി സ്റ്റാർട്ടഡ് ഓഫ്, he was a very successful person. FTX എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്യുമ്പം ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് FTX, ഇസ് അൽമേദ ഹെഡ്ജ് ഫണ്ട്സ് ആൾക്കുണ്ട്, വേർ ഹി ഡസ് ദ ട്രേഡിംഗ്.
FTX America എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ FTX കമ്പനി ഉണ്ട്, FTX.com എന്ന് പറഞ്ഞിട്ട് അക്രോസ് ദി ഗ്ലോബ് FTX ചെയ്യുന്ന കമ്പനി ഉണ്ട്. ദിസ് 3 മേജർ കമ്പനീസ് ഹി ഹാഡ് അണ്ടർ FTX. ആൻഡ് ഹി വാസ് സെലിബ്രേറ്റിംഗ് ഇൻ ദ സെൻസ് ഒരുപാട് സെലിബ്രിറ്റി ഫ്രണ്ട്സ്, ഒരുപാട് വലിയ വലിയ ഇവൻറ്റ്സ്, ഒരുപാട് ഭയങ്കരമായ കോൺഫറൻസ്, ഒരുപാട് സ്പീച്ചസ്. ഹി വാസ് ആക്ച്വലി എൻജോയിങ് ഹിസ് സ്പേസ് ഓഫ് റിച്ച്. ആൾ റിച്ച് ആയത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ നെക്സ്റ്റ് മാറ്റർ വരുന്നത്, വിച്ച് വുഡ് ബി ദ സെക്കൻഡ് ചാപ്റ്റർ ഫോർ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി, വിച്ച് വാസ് ദി എൻട്രി ഓഫ് CZ. ഹി വാസ് അനദർ ബ്രില്യൻറ്റ് പേഴ്സൺ. സി ക്രിപ്റ്റോ സ്പേസിൽ നമ്മൾ who's the best എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ of course Binance CZ. See, because Binance is the biggest exchange ever. ബൈനാൻസിൻ്റെയും FTXൻ്റെയും ഒരു ഓവറോൾ ഔട്ട്ലുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ FTXൻ്റെത് അറൗണ്ട് 5 ബില്യൺ ഡെയിലി ട്രാൻസാക്ഷൻ വോളിയം. മില്യൺ അങ്ങനെയാണോ? ഓക്കെ സംവാട്ട് നോട്ട് ക്ലിയർ അബൌട്ട് 9 ട്രില്യൺ. അപ്പോൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് ഇസ് വെരി ഹ്യൂജ്. അതായത് FTX ഇവിടെ ആണെങ്കിൽ ബിനാൻസ് സംവെയർ ദേർ, പക്ഷേ സ്റ്റിൽ FTX ആണ് സെക്കൻഡ്. യെസ്, അത് എന്താ വെച്ചാൽ ബിനാൻസിൻ്റെ അടുത്ത് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഹൂസ് നെക്സ്റ്റ് ആഫ്റ്റർ ബിനാൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് FTX എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പേഴ്സണാണ്. ദാറ്റ് ഈസ് ഹൗ CZ enters the market. CZ എന്ന് പറയുന്ന ആൾ ഹി സ്റ്റാർട്ടർ ഓഫ് ബിനാൻസ് ഈസ് എ വെരി കൂൾ, ഈസ് എ വെരി കാം ഡൗൺ പേഴ്സൺ. വളരെ കുറച്ചുകൂടി ഷാഡി ആയിട്ട്, കുറച്ചുകൂടി ഭയങ്കര ഉള്ളിലേക്കായിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ആളാണ് എന്നുള്ളൊരു തോട്ട് ഓഫ്. ബട്ട് സ്റ്റിൽ CZ വാസ് എ വെരി ബ്രില്യൻറ്റ് പേഴ്സൺ ആൻഡ് ഹി വാസ് എ വെരി ട്രസ്റ്റ് വർത്തി പേഴ്സൺ. CZയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ he was a person who often promotes safety of customer funds. കസ്റ്റമർ ഫണ്ട് സേഫ് ആവണം, എപ്പോഴും ഫണ്ട് സേഫായിട്ടേ കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ഒരു സാധനം പുഷ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ്. എക്സാക്ട്ലി, എത്തിക്സ് എന്ന് പറയുന്ന സാധനം കുറച്ച് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് CZ ദ ബിനാൻസിൻ്റെ ഓണർ. കാരണം ഹി വാണ്ട് ടു ഹാവ് ദാറ്റ് ടു റൺ എ വെരി സക്സസ്ഫുൾ ബിസിനസ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ തിങ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് CZ വരുന്നത്. ആൻഡ് CZ ആൻഡ് SBF പ്രോബബ്ലി ആർ ഗുഡ് ഫ്രണ്ട്സ് ആ ടൈമിൽ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് SBFും CZ മോസ്റ്റ് പ്രോബ്ലി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. എത്ര പെർസെന്റേജ് ഉണ്ട്? ഓൾമോസ്റ്റ് 20%. ലൈക്ക് 100 മില്യണോ 100 മില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് FTXൽ. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദിസ് കോണ്ടെക്സ്റ്റ്. FTX എന്ന് പറയുന്ന ഒരു ഇത് തുടങ്ങുന്നു. ഇറ്റ് വാസ് നോട്ട് ബിഗ്. ഓക്കെ, കോയിൻ ബേസിനൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് CZ is investing in his rival. Basically rival ആണ്, സെയിം ബിസിനസ് ചെയ്യുന്ന രണ്ട് ആളുകളാണ്. CZ, who's the head of Binance, is investing 20% of FTX, which means partially FTXന്റെ ഓണർ തന്നെയാണ് ആര്? CZ. അല്ലേ, 20% is a very huge stake. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് നടന്ന സമയത്ത് FTX വളരെ ചെറിയൊരു ബിഗിനിങ് സ്റ്റേജിലായിരുന്നു. ഒരു എക്സ്പെക്ടേഷൻ പോലും ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു ഗ്രോത്ത്, അതും ചെറിയൊരു ടൈം സ്പാനിലും. ഒരു പ്ലെയർ ആവും എന്നുള്ളത് അറിയുന്നുണ്ടാവും CZ, അതുകൊണ്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഹി മൈറ്റ് നോട്ട് have thought FTX would go this big. ഇത്രയും പോകുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. സോ CZ will never have thought അല്ലേ FTX ഇത്രയും വലിയൊരു സാധനമായി മാറാൻ. ബിക്കോസ് യു നോ പ്ലെയർ ആവുന്നുള്ള കാര്യം എന്തായാലും CZക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുത്തിട്ടുള്ളത്. ബട്ട് CZ 20% ഇൻവെസ്റ്റ് ചെയ്തത് ഇൻ എ സെയിം ബിസിനസ് ഇൻ ഹിസ് റൈവൽ എന്നുള്ളൊരു പേസിന്ന് വാട്ട് CZ ഹാസ് ഡസ് ഇസ് ബിറ്റ് ഡിഫറെൻറ്റ് അല്ലേ. കാരണം അവിടെയാണ് നമ്മുടെ ചാപ്റ്റർ 3 എന്ന് പറയുന്ന സാധനത്തിന് റെലവൻസ് ഉള്ളത്. വാട്ട് ഇസ് ചാപ്റ്റർ 3? ദ ഗ്രോത്ത് ഓഫ് FTX. FTXന്റെ ഗ്രോത്ത് ഇസ് മാസീവ്. നമ്മളീ പറഞ്ഞ പോലെ CZനെ പോലുള്ള ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ FTX വാസ് വെരി സ്മോൾ. FTXന് മുകളിൽ ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. ദേ ന്യൂ FTX വുഡ് ഗോ ടു ആൻ എക്സ്റ്റെൻറ്റ്, പക്ഷെ ഇത്രയും പോകുന്നു വിചാരിച്ചിട്ടില്ല. CZ മാത്രമല്ല, പക്ഷേ ടൈഗർ ഗ്ലോബൽ പോലുള്ള ഒരുപാട് മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം തന്നെ വന്നിട്ടുള്ളൊരു അതിൽ തന്നെയാണ് ഒരു 18 ബില്യൺ സംതിങ് വാല്യൂഷനോട് ഒരു 2 ഇയറിലോടെ കയറി പോയത്. റൈറ്റ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് VCs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ. പക്ഷേ മേജർ സ്റ്റേക്ക് CZന്റെ സ്റ്റേക്ക് തന്നെയാണ്. അപ്പം കോണ്ടെക്സ്റ്റ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ FTX സ്റ്റാർട്ട് ചെയ്തു, ദിസ് SBF മൂവിങ് ഗുഡ്, ആളെ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കുന്നു, നമ്മുടെ CZ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ CZ എൻ്റർ ചെയ്തു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഗ്രോത്ത് ഓഫ് FTX. നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്രോത്ത് എന്ന് പറയുമ്പം FTX വല്ലാതെ വളർന്നു. അതെ, സെയിം ടൈം അതിന്റെ കോയിൻ FTT കോയിൻ, FTTക്ക് നല്ലൊരു ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെന്റ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ അപ്രിസിയേറ്റ് ചെയ്തതും ഈ ഒരു കോയിന്റെയും കൂടെ FTT കോയിൻ.
ഡിഫറൻസ് ഉണ്ട്. അത് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻ ബേസ് പോലുള്ള അത്രയും പ്രൊമിനൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിനെ ക്രോസ് ചെയ്തു എന്ന് പറയുന്നിടത്താണ് CZ എന്ത് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. CZ വാസ് അഫ്രെയ്ഡ് ആക്ച്വലി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബട്ട് യു നോ മേ ബി എനിക്കൊരു പണി ആയേക്കാം എന്ന് ആർക്ക് തോന്നിയിട്ടുണ്ടാവും, CZ തോന്നിയിട്ടുണ്ടാവും. ദാറ്റ് മൈറ്റ് വുഡ് ഹാവ് ഹാപ്പൻ. എന്തായാലും FTX ഗ്രോ ടു എ വെരി ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, ബില്യൺസിലൊക്കെ ട്രാൻസാക്ഷൻ വോളിയം വന്നു, ബിനാൻസിന് നേരെ താഴെ. ബട്ട് ബിനാൻസും FTXും വുഡ് നോട്ട് ബി കമ്പയറബിൾ. വലിയ ഡിഫറൻസിലാണ്. പക്ഷേ സെക്കൻഡ് പൊസിഷൻ ആണെങ്കിലും ഒരിക്കലും FTXനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ആയിരുന്നില്ല. നമ്മുടെ എലോൺ മസ്ക്, ഗൗതം അദാനി എന്നൊക്കെ പറയുന്നത്, ഗൗതം അദാനി ഈസ് ദി സെക്കൻഡ് റിച്ചസ്റ്റ്. പക്ഷേ എലോൺ മസ്കിന്റെ അടുത്ത് എത്തണമെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നിൽക്കുമ്പോഴാണ് ബേസിക്കലി ദിസ് FTX is actually pushing forward. നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഈ നമ്മുടെ CZ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത് വെച്ചാൽ CZ is actually withdrawing his investments. അതിന് മുൻപല്ലേ അൽമദയിൽ വന്നിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലേ? നോ ബിഫോർ ദാറ്റ്, അതായത് അൽമദയിൽ വരുന്നതിന്റെ മുമ്പ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഡ്രോ ചെയ്യുന്നതിന് മുമ്പ്, വി ആർ ഓൾ അബൌട്ട് ടു ഇറ്റ്. അതിന്റെ മുമ്പ് ആൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 100 മില്യൺ ഓൾമോസ്റ്റ് 1.2 ബില്യൺ ആയി. ഓക്കെ, ഈ 1.2 ബില്യൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആള് വിഡ്രോ ചെയ്യാണ് CZ. മോസ്റ്റ് പ്രോബ്ലി ഈസ് അഫ്രേഡ് ദാറ്റ് FTX വുഡ് ഗ്രോ ബിഗ് ആൻഡ് ഒരു റൈവലായി വരാം, മേ ബി ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, മേ ബി അതായിരിക്കാം. പക്ഷേ CZ ട്വീറ്റഡ് ദാറ്റ് ഇതൊരു ജസ്റ്റ് നോർമൽ ഇൻവെസ്റ്റ്മെന്റ് സൈക്കിളിന്റെ ഭാഗമായിട്ടുള്ള വിഡ്രോവൽ ആണ് എന്നുള്ളത്. വിഡ്രോ ചെയ്യുന്നതിന് മുൻപ് തന്നെ നോട്ട് അതൊക്കെ അതിന്റെ മുമ്പ് ബേസിക്കലി CZന്റെ 20% സ്റ്റേക്ക്, അറൌണ്ട് 100 മില്യൺ ഇതിലുള്ള സാധനം ഓൾമോസ്റ്റ് 1.2 ബില്യണിൽ ഇത് സെൽ ഓഫ് ചെയ്തിട്ട് ഹി സെൽ ദാറ്റ് ഓഫ് ഫസ്റ്റ്. ദെൻ ഹി ട്വീറ്റ്സ് ദാറ്റ് ഓക്കെ ഇതൊരു ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ, അല്ലാതെ FTX ആയിട്ട് വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് CZ എന്ത് ചെയ്യുന്നത്, ട്വീറ്റ് ചെയ്യുന്നത്. ബട്ട് പീപ്പിൾ വാസ് സംവാട്ട് സസ്പീഷ്യസ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ് എ ഫാക്ട്. പക്ഷേ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെയാണ് ദ 4th ചാപ്റ്റർ കംസ് ഇൻ. ദി പ്രോബ്ലം, എക്സാക്ട് പ്രശ്നം വരുന്നത്. എന്തായിരുന്നു പ്രശ്നം? ഫസ്റ്റ് വൺ, ലൂണ ക്രാഷ് വാസ് ദി ബിഗ് ഹിറ്റ്. പ്രോബ്ലം എന്ന് പറയുന്നത് ലൂണന്റെ ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. വി വർ ആക്ച്വലി ഹ്യൂജ് ഫാൾ എന്നൊക്കെ പറഞ്ഞാൽ ക്രിപ്റ്റോയിൽ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടൊരു ഫാൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോ. ലൂണ വാസ് ക്രാഷിംഗ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്. അതായത് FTXൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള ഒരു ബെനിഫിറ്റ്. ഓക്കെ, അതായത് FTXൽ യൂഷ്വലി നമ്മൾ ട്രേഡ് എടുത്തു, ലെറ്റസ് സേ ഒരു ബൈ പൊസിഷനോ സെൽ പൊസിഷൻ, ലെറ്റസ് സേ ഒരു ബൈ പൊസിഷൻ എടുത്തു. ഞാൻ ലെവറേജ്ഡ് ആണ് എടുത്തത്. ഈ ലെവറേജ്ഡ് ബൈ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എഗെയിൻസ്റ്റ് മാർക്കറ്റ് ഒരു സെർട്ടൻ പീരീഡ് വരെ മൂവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു മാർജിൻ കോൾ വരും, നമ്മളിത് ലിക്വിഡേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ക്യാപിറ്റൽ വെച്ചിട്ടുള്ള എമൗണ്ട് കംപ്ലീറ്റ് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ സെൽ ഓഫ് ചെയ്യണം. അതാണ് ദാറ്റ് ഇസ് ഹൗ ദ മാർക്കറ്റ് വർക്ക്സ്. ലോസ് ബുക്ക് ചെയ്യണം ആക്ച്വലി. അതെ, ലോസ് ബുക്ക് ചെയ്യണം, ബേസിക്കലി ലോസ് ബുക്ക് ചെയ്യണം. ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവർക്ക് അൽമേദ ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത് FTXന്റെ ഒരു ഭാഗമായിട്ടുള്ളത് കൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു യൂസർ ഒരു ലെവറേജ്ഡ് പൊസിഷൻ നെഗറ്റീവ് ബാലൻസ് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിൽക്കുകയാണെങ്കിൽ അൽമേദ വിൽ ബി ടേക്കിംഗ് ഓവർ ദ പൊസിഷൻ ആൻഡ് വൺസ് അൽമദ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ അൽമദ വിൽ ഡീൽ വിത്ത് ഇറ്റ്. കാരണം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഹെഡ്ജ് ഫണ്ടാണ്. അവർക്ക് ആ ലോസിനെ എങ്ങനെ കവറപ്പ് ചെയ്യണം, ദേ നോ ഹൗ ടു മാനേജ് ഓൾ തിങ്സ് ആൻഡ് ദേ സ്ലോലി ഹെൽപ്പ് ദി കസ്റ്റമർ. വാട്ട് ഹാപ്പൻസ് ഇസ് കസ്റ്റമറിനെ സംബന്ധിച്ച്, ഒരു യൂസറെ സംബന്ധിച്ച് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഒരൊറ്റയടിക്ക് ഫണ്ട് കൊണ്ടിട്ട് ലിക്വിഡേറ്റ് മാർജിൻ കോളൊക്കെ വരുന്ന രീതിയിലാക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അൽമദ ഇസ് ഹെൽപ്പിംഗ് ദം, റൈറ്റ്? ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ യൂസർ ആൻഡ് ദർ ഇസ് നത്തിങ് ഇല്ലീഗൽ ഇൻ ഇറ്റ് ആസ് വെൽ. അതിൽ ഇല്ലീഗൽ ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ദർ ജസ്റ്റ് ഡിഫറെൻറ്റ് കമ്പനികൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂണ എന്ന് പറയുന്ന കോയിൻ്റെ ക്രാഷ് വളരെ റെലവൻ്റ് ആവുന്നത്. വാട്ട് ഹാപ്പൻഡ് ഇസ് ആളുകൾ ലൂണയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ദർ വാസ് ഇൻ എ ഗ്രേറ്റ് ലോസ്. അപ്പോൾ എന്ത് ചെയ്തു, അൽമേദ ഏറ്റെടുത്തിട്ട് ലൂണ ബൂം ക്രാഷ്ഡ്. ലൂണ എന്ന് പറയുന്നതിൻ്റെ പരിപാടി കഴിഞ്ഞു. വാട്ട് ഹാപ്പൻഡ് ഇസ് ദേ ഹാഡ് ടു ഇൻകർ എ ബിഗ് ലോസ്, വളരെ ഹ്യൂജ് ലോസ് വന്നു. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് പാർട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. FTXന്റെ കുറേ ലോസ് പൊസിഷൻസ് അൽമേദ എടുക്കുന്നു. അൽമേദ അതിന് താങ്ങാൻ പറ്റാതെ ദേ വർ ഹാവിങ് എ ബിഗ് പ്രോബ്ലം. ആ ടൈമിൽ ഒബ്വിയസ്ലി ആര് ഹെൽപ്പ് ചെയ്യണം? SBF ഹെൽപ്പ് ചെയ്യണം. ബിക്കോസ് അൽമേദ ആയാലും FTX ആയാലും ഒക്കെ SBF കമ്പനിയാണ്.
സോ വാട്ട് SBF done is SBF multi-billion dollars FTT ടോക്കണിൽ ആർക്ക് കൊടുത്തു? അൽമേദയ്ക്ക് കൊടുത്തു. റൈറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ FTT വാസ് ഇൻ എ ഗുഡ് പൊസിഷൻ അല്ലേ? FTT കാരണം ഫസ്റ്റ് ഫോർ ദിസ് കോണ്ടെക്സ്റ്റ് FTT ഈസ് എ ടോക്കൺ ഓഫ് FTX അടിപൊളിയാണെങ്കിൽ FTT അടിപൊളിയായിരിക്കും. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ പോകാറുള്ളത്. അപ്പോൾ FTT ടോക്കൺസിൻ്റെ ഫോമാറ്റിൽ $multi-billion അൽമേദയ്ക്ക് ഇതുവരെ ട്രാൻസ്ഫർ ചെയ്യണം. ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. കുഴപ്പമില്ല. ഈ സമയത്ത് ഇവിടെ സിസിയുടെ കയ്യിലാണെങ്കിൽ FTT ഉണ്ട്. അതായത് നോർമലി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്സിന്റെ കാര്യം നമുക്ക് സ്റ്റോക്സ് ഇടുന്ന പോലെ ക്രിപ്റ്റോന്റെ കാര്യത്തിലാണെങ്കിൽ ടോക്കൺസ് കിട്ടുന്നത്. ഈ ടോക്കൺസ് ഹോൾഡിംഗ് ഇപ്പൊ കയ്യിലുണ്ട്. FTXന്റേതാണ് സെൽ ഓഫ് ചെയ്തത് CC അല്ലെ? ഈ അതെ ഈ ഇപ്പോൾ ബേസിക്കലി FTT കോയിൻസ് നമ്മുടെ CCന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ആസ് എ പാർട്ട് ഓഫ് ലിക്വിഡേഷൻ ടു ബിനാൻസ് സ്റ്റേബിൾ കോയിൻ. അല്ലാതെ സ്റ്റേബിൾ കോയിൻസ് ആക്കി മാറ്റുന്ന രീതിയിൽ ഹി ഹാവ് എ ഗുഡ് എമൗണ്ട് ഓഫ് സ്റ്റേക്ക് ഇൻ ഇറ്റ്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് അൽമേദയ്ക്ക് പറഞ്ഞ പോലെ നമ്മളെ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് $multi-billion FTT ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുവരെ ഓക്കെയാണ്. നൗ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതാണ് നമ്മുടെ FTX അൽമേദയ്ക്ക് ഇസ് ഗിവിങ് $multi-million FTT ടോക്കൺസ്. അൽമേദ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ FTT ടോക്കൺസ് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊളാറ്ററൽ വെച്ചുകൊണ്ട് ഹി ഈസ് ഗെറ്റിംഗ് റിയൽ മണി ഫ്രം FTX നിന്ന് റിയൽ മണി എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ഇവിടെയാണ് ദ പ്രോബ്ലം ഓൾ ഹാപ്പൻഡ്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ശരിക്കും FTXൽ ഉണ്ടാവണം. അത് FTX അൽമേദയ്ക്ക് കൊടുത്തു. അത് ഇൻവെസ്റ്റേഴ്സ് പോലും അറിയാതെ. ഇൻവെസ്റ്റേഴ്സിന്റെ കൺസെന്റും ഇല്ല, ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. ദാറ്റ് വാസ് ദി ഫാക്ട്. അപ്പോൾ FTT കൊടുക്കുന്നു, FTT ഇവർ പ്ലഡ്ജ് കൊളാറ്ററൽ വെച്ചിട്ട് പ്ലഡ്ജ് ചെയ്യുന്നു. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഈസ് ഈ FTX ആയാലും അൽമേദ ആയാലും FTT ടോക്കൺ ആയാലും ഒക്കെ ആരതാ? SBFൻ്റെതാ. സോ ബേസിക്കലി ഹി ഈസ് ഡൂയിങ് സം ട്രാൻസാക്ഷൻ വിത്തിൻ ഹിംസെൽഫ് ടു ടേക്ക് ദി ഇൻവെസ്റ്റ്മെന്റ്സ് ഔട്ട് ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ്. ഇത് ആക്ച്വലി റെഗുലേറ്റേഴ്സ് ഇല്ലാത്തതിന്റെ വലിയൊരു ഇഷ്യൂ. ബിക്കോസ് ഞാൻ അത് നോക്കിയ സമയത്ത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ ഏത് ബ്രോക്കേഴ്സ് ആണെങ്കിലും റെഗുലേറ്റേഴ്സ് ഇത് ചെക്ക് ചെയ്യും. അതായത് ഇവർക്ക് ഇത് സോൾവെന്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, ഹോൾഡിംഗ്സിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ബ്രോക്കേഴ്സിനോട് റെഗുലേറ്റേഴ്സ് ചെക്ക് ചെയ്യും. പക്ഷേ ഈ ക്രിപ്റ്റോ വേൾഡിൽ വരുമ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. അതും വലിയൊരു ഫാക്ടറായി പോയി. റെഗുലേഷൻ ഇല്ല. കാരണം റെഗുലേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് ഫിഗർഡ് ഔട്ട് വാട്ട് ഇസ് ഹാപ്പനിങ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ ഇഷ്യൂ പറഞ്ഞതിന് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പരിപാടി നടന്നു. സോ ബേസിക്കലി അൽമേദനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടും FTTയും ഒക്കെ ആരാണ് കൊടുക്കുന്നത്? SBF FTX വഴി കൊടുത്തു. ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എ ബിഗ് മണി പൂൾ ദെയർ. അവർ വലിയൊരു സ്കാം പോലെ ദേ ഡൺ ദിസ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് വിൽ ഹാവ് ടു നോ ദിസ്, റൈറ്റ്? ഇൻവെസ്റ്റേഴ്സ് അറിയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ SBF ആക്ച്വലി ബാക്ക് എൻഡിൽ കോഡ് ചെയ്തിട്ട് ഒരു വളരെ ക്ലീൻ ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആള് വരുന്നു, പൈസ എടുക്കുന്നു, പോകുന്നു. ഒരു ഇൻവെസ്റ്റർ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഹോൾഡിംഗ്സിന്റെ എമൗണ്ട് ഉണ്ട്. പക്ഷേ ബാക്ക് എൻഡിൽ ഇറ്റ് വാസ് നത്തിങ്, ഒന്നുമില്ല. നമ്മുടെ സമ്മറിൻ ബത്ലഹേമിൽ ഇത് കാണിച്ചു കൊടുക്കുന്ന മാതിരി ദിസ് ഇസ് മൈ ഫാം എന്ന് പറഞ്ഞ് തുറക്കുമ്പോൾ പറമ്പുള്ള പോലെ അത്രേ ഉള്ളൂ. അതേപോലെ ആക്കി. ഈ ഒരു ന്യൂസ് അറിയുന്ന CZ ചെയ്യുന്ന ആക്ടിവിറ്റി എന്നാണ് നെക്സ്റ്റ് ചാപ്റ്റർ. CZന്റെ ഗെയിം, ദ ഗെയിം ഓഫ് CZ. അതിന് മുൻപ് തന്നെ CZനെ കുറെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഫാക്ട്. പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് SBF വഴി. അത് ബേസിക്കലി SBF വെൻ ഹി വാസ് വെരി റിച്ച്, വെൻ ഹി ഈസ് വെരി റിച്ച്, അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഡൊണേഷൻസ് അമേരിക്കൻ ഇലക്ഷൻസിന് അറൌണ്ട് 40 മില്യൺ ഏറ്റവും ഡൊണേഷൻ ആണ്. ഇറ്റ്സ് വെരി എലൻ മസ്കിന് കൊടുത്തിട്ടുണ്ടോ ട്വിറ്ററിന്റെ ഇതിനു വേണ്ടി? അയ്യോ, അപ്പോൾ he is making a lot of donations. He was looking for a lot of regulations and other things like cryptoയിൽ maybe ബിനാൻസിന് അഗെയിൻസ്റ്റ് വരാവുന്ന കുറേ കാര്യങ്ങളിൽ കൈയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു this is what SBF was doing. അപ്പോൾ സാമിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഹി വാസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹേർട്ടിങ് ബിനാൻസ്. കാരണം റൈവൽ അല്ലേ, ഒക്കെ പോരാത്തതിന് ഇൻവെസ്റ്റ്മെന്റ്സ് വിഡ്രോയും ചെയ്തു. സോ ഹി ഹാസ് നത്തിങ് ടു ഡു, ഹി ഹോപ്സ് നത്തിങ്. അപ്പോൾ ആൾ ചെയ്യും അത്. അങ്ങനെയുള്ള രീതിയിൽ SBF വാസ് ആക്ച്വലി പ്ലേയിങ് വിത്ത് CZ. അതാണ് പറയുന്നത്. CZ വാസ് എ ഭയങ്കര ബ്രില്യൻറ്റ് പേഴ്സൺ. ഹി വാസ് എ വെരി ഹ്യൂജ് പേഴ്സൺ. അപ്പം ചിന്തിക്കണം, ഓവർ 10-20x ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ആളെ ഹി വാസ് ട്രൈങ് ടു പ്രൊവോക്ക്. അതുപോലെ തന്നെ ഹി വാസ് ട്വീറ്റിംഗ് CZക്ക് അഗെയിൻസ്റ്റുള്ള ഭയങ്കര ഓപ്പൺ ട്വീറ്റ്സും ചാറ്റ്സും ഒക്കെ SBF വാസ് ഡൂയിങ്. ഇറ്റ് വാസ് എ വെരി ബാഡ് തിങ്. അതും ഇതൊക്കെ കൂടി ആയിട്ട് CZ വാസ് വെരി ഡിസ്റ്റർബ്ഡ്.
ഓൾറെഡി CZ എന്തോ കാരണം കൊണ്ട് നമുക്ക് അറിയാത്തൊരു കാരണം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അവർ വിഡ്രോ ചെയ്തു. വാസ് ജസ്റ്റ് എൻ ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഹി വാസ് ഡൂയിങ് സംതിങ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ആൻഡ് നമ്മുടെ CZനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ CZ വാസ് അബൌട്ട് ടു ഡു സംതിങ്. അങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്ന സാധനം വരുന്നത്. ദ റീസൺ ഓഫ് പ്രോബ്ലം വാസ് ദ തിരുമറി ഡൺ. പക്ഷേ ദ ഗെയിം ചേഞ്ചർ കളിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഓഫ്. CZ സാധാരണ എല്ലാ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ എന്ത് സെൽ ഓഫ് നടക്കുന്നുണ്ടെങ്കിലും നടന്നതിന് ശേഷമായിരിക്കും അറിയുന്നുണ്ടാവും സെൽ ഓഫ് നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ CZ മേ ബി മനഃപൂർവ്വം തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടാക്കാൻ കൂടിയിട്ട് മുൻകൂട്ടി പറയാണ് എല്ലാം. ഓഫ് കോഴ്സ്. കാരണം അതല്ലാതെ മറ്റൊരു ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും CZക്ക് ഇല്ല. കാരണം CZ വാസ് ഓൾ സെറ്റ് ടു മേക്ക് എ ക്യാവസ് ഔട്ട് ദെയർ. ഒരു ക്യാവസ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിന് തന്നെയാണ് വാട്ട് CZ have done is 500 million വർത്ത് വരുന്ന FTT ഞാൻ സെൽ ഓഫ് ചെയ്യാൻ പോവാണ് ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ഹി ട്വീറ്റഡ്. അതിന് മുൻപ് അൽമദയിലെ ഇഷ്യൂസ് ആണ്. അൽമദയിലെ എന്തോ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ആയി. അവിടുത്തെ സ്റ്റാഫിന്റെ അങ്ങനെ ഈവൻ ആഫ്റ്റർ ദിസ് ഐ ഗെസ് ഐ വാസ് നോട്ട് ഷുവർ. ബേസിക്കലി അവിടുത്തെ ലോയേഴ്സ് ഒക്കെ കട്ട് ഓഫ് ചെയ്തു സ്റ്റാഫ്. ദർ വാസ് എ ബിഗ് ക്യാവസ് വിത്തിൻ അൽമേദ ബിക്കോസ് അതും എനിക്ക് തോന്നുന്നു ഈ CZ ട്വീറ്റ് വരുമ്പോഴാണ് ആൾക്കാർ അയ്യോ എന്താണ് സംഭവം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് കാര്യങ്ങൾ പറഞ്ഞത്. CZ 500 million FTT ടോക്കൺസ് സെൽ ഓഫ് ചെയ്യാൻ പോവുകയാണെന്ന് ട്വീറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് സെൽ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യുമ്പോൾ ശരിക്കും CZനെ പെർസ്പെക്റ്റീവിൽ ഒരു മണി പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. കാരണം ഓൾറെഡി 500 million സാധനം സെൽ ഓഫ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വുഡ് ബി എ പാനിക് സെല്ലിംഗ്. അപ്പോൾ CZനെ സംബന്ധിച്ച് 500 million സാധനം സെൽ ഓഫ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് വെരി ലെസ് എമൗണ്ട് ഫ്രം ഇറ്റ്. കാരണം അത് ഓൾറെഡി ക്രാഷ് ആയിക്കൊണ്ടിരിക്കും, ഒരു പാനിക് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. പക്ഷേ ഹി വാസ് ഓൾ സെറ്റ് ടു ക്രിയേറ്റ് എ പാനിക്. പക്ഷേ എനിക്ക് തോന്നുന്നത് CZ ഇത്രത്തോളം വിചാരിച്ചിട്ടില്ലെങ്കിലും ഹി വാസ് ട്രൈങ് ടു ഡു സംതിങ് വിത്ത് ദി FTX തിങ്. 500 million ഞാൻ സെൽ ഓഫ് ചെയ്യാൻ പോവാണ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഹി ട്വീറ്റഡ്, ഹി സോൾഡ് ഓഫ് ഐ ഗെസ് ആൻഡ് ബൂം. CZനെ പോലെ വലിയൊരു കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പാനിക് ആയി. യെസ്, ഓട്ടോമാറ്റിക്കലി. അതിൽ വാട്ട് ഹാപ്പൻഡ് ഇസ് നമ്മുടെ CZ ഇത് സെൽ ഓഫ് ചെയ്യാൻ പോവാണെന്നുള്ള ട്വീറ്റ് വന്നപ്പം SBF സാം ഓട്ടോമാറ്റിക്കലി ചെയ്തൊരു കാര്യമുണ്ട്. എത്ര രൂപയ്ക്ക് വാങ്ങാം? $22 ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു സാധനം വിട്ടു. സോ അതാണ് ഏറ്റവും വലിയ സസ്പീഷ്യസ് ആക്ടിവിറ്റി. അതായത് ഓക്കെ ഞാൻ വാങ്ങാമെന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ തിങ്, പക്ഷെ ഞാൻ ഇത്ര $1 വാങ്ങാമെന്ന് പറയുമ്പോൾ ദർ ഈസ് സം പ്രോബ്ലം ഇൻ ഇറ്റ് ആൻഡ് പീപ്പിൾ സ്റ്റാർട്ട് ടു ബി വെരി സസ്പീഷ്യസ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ 40-50% ആൾക്കാർ വിഡ്രോവൽസ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. ഓവർ 5 billion വർത്ത് വിഡ്രോവൽസ് അറ്റ് എ ടൈം വരുന്നു. ആകെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളത്, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റേഴ്സ് 16 billion ഉള്ളത്, അതിൻ്റെ 1/3 5 billion വിഡ്രോവൽ റിക്വസ്റ്റ് വരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ലിക്വിഡിറ്റി ക്രഞ്ച്, സ്റ്റക്കായി, കുടുങ്ങി. അതെ, അതായത് ഇവർക്ക് നോർമലി ഈ ബ്രോക്കേഴ്സ് ആണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് എക്സ്ചേഞ്ച് ആണ് ഫണ്ട് കൊടുക്കേണ്ടി വന്നത്. പക്ഷെ ഇവരുടെ കയ്യിൽ ലിക്വിഡ് ഫണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവർ കംപ്ലീറ്റ് ഹോൾഡിങ്സും മേജർ ഹോൾഡിങ്സും ഇവരുടെ FTT കോയിൻസ് തന്നെയാണ്, ടോക്കൺസിൽ തന്നെയാണ്. പല എക്സ്ചേഞ്ചസ് ആണെങ്കിലും ഇവർക്ക് ഒന്നല്ലെങ്കിൽ സ്റ്റേബിൾ കോയിനിലോ അല്ലെങ്കിൽ BTC പോലുള്ള ഏതെങ്കിലും കോയിൻസെങ്കിലും കയ്യിലുണ്ടാവണമായിരുന്നു. ഇവർക്കൊന്നുമില്ല, ഇവർക്ക് ആ കൂടി ഇവരുടെ കോയിൻ തന്നെ ഉള്ളത്. എത്ര അറൌണ്ട് 9-10 billion ഉണ്ടാവേണ്ട സ്ഥലത്ത് ദേ വേർ ഹാവിങ് ജസ്റ്റ് 1 billion ഓഫ് ലിക്വിഡ് അസെറ്റ്. പിന്നെ 0 BTC ഐ ഗസ്. BTC എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ബേസിക്കലി ഹി വാസ് മാനിപ്പുലേറ്റിംഗ്. അപ്പം ഈവൻ ദോ CZ എന്ന് പറയുന്ന ഒരാളാണ് ഇതിനൊക്കെ ഇളക്കി മറിച്ചതെങ്കിലും വാട്ട് ഹാപ്പൻസ് ഇസ് ഹി വാസ് മാനിപ്പുലേറ്റിംഗ്, ഹി വാസ് ഡൂയിങ് എ ക്രിമിനൽ ആക്ടിവിറ്റി ദർ, അതിലൊരു സംശയമില്ല. ആൻഡ് ദെൻ കംസ് ദി നെക്സ്റ്റ് ചാപ്റ്റർ, ദ ചീപ്പ് പ്ലേ. ഇത്രയേ ഉള്ളൂ. ലിക്വിഡിറ്റി ക്രഞ്ച് വന്നു, ഇൻവെസ്റ്റേഴ്സിന് പൈസ കിട്ടാതെ ഭയങ്കര വിഷയം, ദേ വർ ഓൾ ഇൻ പാനിക്. വാട്ട് ഹാപ്പൻഡ് ഇസ് SBF ട്വീറ്റ് ചെയ്തു ബിനാൻസ് വാങ്ങാൻ പോവാണ് FTX, നോ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ സേഫ് ആണ്, ബിനാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ദി വിഡ്രോവൽ. ആക്ച്വലി അങ്ങനെ റിയൽ ഡീൽ സംസാരം നടന്നിട്ടാണ് തോന്നുന്നത്. അങ്ങനെ നോക്കിയത് ആണോ? ഐ തിങ്ക് അതിനുശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും പിന്നീടാണ് ഈ ബൈനാൻസിന് അറിയുന്നത്. ബേസിക്കലി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കംപ്ലീറ്റ് ഇത് സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ, എന്നിട്ടാണ് പറഞ്ഞത് അത് ക്യാൻസൽ ചെയ്ത രീതിയിൽ ബൈനാൻസിന്റെ ഡേറ്റ് വന്നത്. അത് ശരി. ഓ മാൻ, അപ്പം എന്തായാലും ബൈനാൻസ് വാങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും പറഞ്ഞ പോലെ സാം അത് ചെയ്തത്. ബട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ബിനാൻസ് തിരിച്ച് ട്വീറ്റ് ചെയ്തു വി ആർ നോട്ട് ഗോയിങ് ടു അക്വയർ എന്നുള്ളത്. ദാറ്റ് വാസ് ദി എൻഡ്.
FTXൻ്റെ പരിപാടി അവിടെ തീർന്നു. ബിക്കോസ് പീപ്പിൾ വാസ് വെരി പാനിക്, എവറിത്തിങ് ലോസ്റ്റ്, ഒന്നും ചെയ്യാനില്ലാതെയായി. And you know the final thing happened is Sam defeat സംഭവിച്ചു. There is a multiple tweets അല്ലേ, you won, well played എന്നൊക്കെ പറഞ്ഞിട്ട് സീസൺ അഡ്രസ് ചെയ്തുകൊണ്ട് he was all set for the defeat. അതായത് ഞാൻ തോറ്റു, ഐ എം ഔട്ട് ഓഫ് ദ ഗെയിം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു സാധനം വിട്ടു. ദാറ്റ് വാസ് ദി വേഴ്സ്റ്റ് തിങ് ദാറ്റ് എവർ കുഡ് ഹാപ്പൻ ടു എ കമ്പനി, സ്പെഷ്യലി SBFനെ പോലെ. ഹി വാസ് എ സ്റ്റാർ, ഹി വാസ് എ ബില്യനെയർ. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം സംഭവിക്കുക എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് എവർ കുഡ് ഹാപ്പൻ. ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ലൈക്ക് ഐ വാണ്ട് ടു ഈ FTX എന്ന് പറയുന്നത് എനിക്ക് ബനാന വാങ്ങാൻ അത്രയും അങ്ങനത്തെ ഒരു പ്ലേസ് ആവണം എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അവിടെ എന്തും പോസിബിൾ ആവണം ക്രിപ്റ്റോ കൊണ്ട്. ബേസിക്കലി ഇൻവെസ്റ്റേഴ്സ് വാസ് വെരി ഒപ്റ്റിമിസ്റ്റിക് വിത്ത് ഇറ്റ് അല്ലേ. ഈ SBF സാമുമായിട്ടും FTX എന്ന് പറയുന്ന കമ്പനിയൊക്കെ ആയിട്ടും മൊത്തമായിട്ട് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായ വിശ്വാസമുണ്ട്. ബട്ട് felt അത് കഴിഞ്ഞു. ആൻഡ് ദ ഡേറ്റ് വാസ് November 11. November 11 all of a sudden 10 days bankruptcy. Boom. അതായത് around 100 and something companies under FTX, every company filed for the bankruptcy. Okay, നമ്മൾ പരിപാടി കഴിഞ്ഞു, we can't do anything, we are filing for a bankruptcy. ഒരു bankruptcy ഫയൽ ചെയ്താൽ what happened is ഇൻവെസ്റ്റേഴ്സിന് പൈസ കിട്ടൂല എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലെത്തി. ആൻഡ് ദർ വാസ് എ ലോട്ട് ഓഫ് chaos happening. ഒരുപാട് വിഷയങ്ങൾ നടക്കാൻ തുടങ്ങി. ആ ഒരു പോയിന്റിന് ശേഷം അതുവരെ ഇറ്റ് വാസ് ഇൻ എ സിസ്റ്റം ഓഫ് ഫെയിലിയറിനുള്ള ഒരു സിസ്റ്റത്തിൽ. ആൻഡ് ദെൻ ദ റിയൽ chaos happened. ദ chaos, ഭയങ്കര വിഷയങ്ങൾ. ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോയേഴ്സ് അടക്കം എല്ലാവരും തട്ടിപ്പോയി. നോബഡി വാസ് ഇൻ ദ കമ്പനി. ഈവൻ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ നമ്മുടെ സാമിൻ്റെ വീട് വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇൻ അമേരിക്ക ഓർ ബഹാമാസ് സംഭവം. ബഹാമാസിൻ്റെ പറഞ്ഞപ്പോൾ FTX വാസ് രജിസ്റ്റേർഡ് ഇൻ ബഹാമാസ്. അപ്പം ബഹാമാസ് സിറ്റിസൻസിന് ആദ്യം ഫണ്ട് കൊടുക്കണം എന്നുള്ളൊരു നിയമം അവരുടെ ഗവൺമെൻറ്റിൽ ഉണ്ട് എന്നൊക്കെ ഉള്ളത് പ്രചരിപ്പിച്ചിട്ട് ബഹാമൻ സിറ്റിസൻസിന് ബ്രൈബ് ചെയ്തുകൊണ്ട് അമേരിക്കൻസ് ഫണ്ട് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ദർ ഇസ് ആൻ NFT ഗെയിം ദർ. നമ്മൾ പറയേണ്ട ഒരു കാര്യം കോൺടാക്ട്. സി ബഹാമിയൻസിനോട് അമേരിക്കൻസ് പറയുന്നു, ഐ സെൽ യു സെൽ മീ an NFT വർത്ത് 5 million. അതിൻ്റെ 5 million അതിലുണ്ട്, യു ഡു ഇറ്റ്. ആൻഡ് 5 million പോയിട്ട് എനിക്കൊരു 3 million 2 million എങ്കിലും തിരിച്ചതാ എന്നുള്ളൊരു പെർസ്പെക്ട്, ബിക്കോസ് ദേ കുഡ് വിഡ്രോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. ആൻഡ് ദാറ്റ് വർക്ക്ഡ് എ ബിറ്റ്. 100-200 millions ഒക്കെ അവർ വിഡ്രോ ചെയ്യാൻ പറ്റി. ആൻഡ് ദെൻ ദി ഗവൺമെന്റ് സെഡ്, ബഹാമൻ ഗവൺമെന്റ്സ് പറഞ്ഞു ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ദർ വാസ് നത്തിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ റൂളൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞപ്പം ആൻഡ് അതും പോയി. And one of the biggest thing happened. Let me just look at the numbers. See, അതിനുശേഷം അതിന് മുമ്പ് there is a lot of projects failing around. അതായത് FTX എന്ന് പറയുന്ന ഒരു കമ്പനിയെ സറൗണ്ട് ആയതുകൊണ്ട് അതിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പ്രോജക്ട്സ് ഫെയിൽ ആവാൻ തുടങ്ങി. ബിക്കോസ് ഓബ്വിയസ്ലി ഒരു പാനിക്കാണ്, ഓൾറെഡി ക്രിപ്റ്റോ ഇൻട്രലാണ്. ഈ പാനിക് കൂടി വന്നപ്പം ഇറ്റ് വാസ് എ ഹ്യൂജ് തിങ്. ആൻഡ് ദെൻ ഹാപ്പൻ ദി ഹാക്കിംഗ്. November 12 അറൗണ്ട് 600 million ഹാക്ക് ചെയ്യപ്പെട്ടു ഫണ്ട്. അതിൽ ഓൾമോസ്റ്റ് 400 million ബ്ലാക്ക് ഹാറ്റും 200 million വൈറ്റ് ഹാറ്റും ആയിട്ട് ബേസിക്കലി ഇറ്റ്സ് ഗോൺ. അത് പോയി. പക്ഷെ ഒരു കമ്പനീനെ സംബന്ധിച്ച് ദിസ് ഇസ് എ വെരി ബിഗ് ഇഷ്യൂ. ഒരു 600 million ഹാക്ക് ചെയ്യപ്പെടുക. ബട്ട് ഈ FTXനെ സംബന്ധിച്ച് FTX എവിടുന്നോ വന്നിട്ട് ഇറ്റ്സ് ഓൾ ഹാവിങ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് കണ്ടിന്യൂസ്ലി. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് വുഡ് ബി ദ റീസൺ പ്രോബ്ലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇസ് നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. കാരണം ഇത്രയും വലിയൊരു ഹാക്കിങ് നടക്കുന്ന ഇറ്റ്സ് എ വെരി ഹ്യൂജ് തിങ്. ആൻഡ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് കുഡ് ഹാപ്പൻ, അതും അവരുടെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലുമാണ് നടക്കുന്നത് എന്നുള്ളത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ആൻഡ് ഇതും കൂടി ആയപ്പം എനിഹൗ ഇറ്റ് വാസ് ഓൾ സെറ്റ് ടു ബി ഡെഡ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ റിപ്പോർട്ട് എടുക്കേണ്ട സാഹചര്യം വരുമ്പം crypto.com is doing a small thing, a proof of reference എന്നുള്ള രീതിയിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അവരുടെ കസ്റ്റമർ ഹോൾഡിങ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് crypto.com will be transferring the fund to a project and a project to this. ആൻഡ് ദെൻ ബാക്ക് ടു crypto.com ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുക. ബേസിക്കലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ദിൽ ഹാവ് എ ബാലൻസ് ദെയർ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് അത് ഓക്കെ ഇന്നതാണെന്ന് പറയാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തപ്പം അക്കൗണ്ട് മാറിപ്പോയി, വിച്ച് ഇസ് എ വെരി ബാഡ് തിങ്. കാരണം ആലോചിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയോ അവസാനത്തൊരു ഇതിന് വേണ്ടിയിട്ട് ദേ ട്രൈങ് ടു ഹെൽപ്പ് ആൻഡ് അതും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് വാലറ്റ് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. ആൻഡ് ദാറ്റ് വാസ് ദി എൻഡ്. അത് ആൻഡ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ് ഇസ് ഈ ഒരു എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രോജക്ട്സ്, എ ലോട്ട് ഓഫ് പ്രോജക്ട്സ് ഡെറ്റ്, എ ലോട്ട് ഓഫ് ഫണ്ട്സ് ഭയങ്കര ബുദ്ധിമുട്ടിലായി. ബിക്കോസ് ക്രിപ്റ്റോ തന്നെ ഇപ്പോൾ ഏറ്റവും വൺ ഓഫ് ദ ലോവസ്റ്റ് സ്കെയിലിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് ആളുകളുടെ സ്റ്റാർട്ടപ്സ് ആൻഡ് പ്രോജക്ട്സ് ആൻഡ് ലോട്ട് ഓഫ് ടോക്കൻസ്, ലോട്ട് ഓഫ് ഫണ്ട് മാനേജേഴ്സ്, ഹെഡ്ജ് ഫണ്ടുകൾ, ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടൊരു
നെഗറ്റീവ് വേവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ആൻഡ് ദ ഇഷ്യൂസ് വിത്ത് ദി സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ് അല്ലേ. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. കാരണം FTX സാം പോലത്തെ വലിയൊരു ട്രസ്റ്റഡ് പേഴ്സൺ ഇഫ് ഹീ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ്, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ക്രിപ്റ്റോ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫണ്ടുകൾക്ക് വാട്ട് ഇസ് ദ സെക്യൂരിറ്റി ഇസ് എ ക്വസ്റ്റ്യൻ. എന്ത് സെക്യൂരിറ്റി ഉള്ളത്? ബിക്കോസ് ദർ ഇസ് നോ റെഗുലേറ്റേഴ്സ്, ദർ ഇസ് നത്തിങ് ഹാപ്പനിങ് ആൻഡ് ദർ ഇസ് എ സെൻട്രലൈസ്ഡ് പേഴ്സൺ ഹൂ ഇസ് കൺട്രോളിങ് ദ മണി ആസ് വെൽ. അത് നമ്മൾ തെളിഞ്ഞു. വി വർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. പക്ഷേ സാം എന്ത് ചെയ്ത പോലെ ബാക്ക് എൻഡിൽ ഒരു ഡോർ ക്രിയേറ്റ് ചെയ്ത് ഇഫ് ഇറ്റ് ഓൾ ഹി കുഡ് പുൾ ഔട്ട് ദ മണി വിത്തൗട്ട് പീപ്പിൾ നോയിങ് അബൌട്ട് ഇറ്റ്, ഒരു ഇഷ്യൂ അല്ലേ? മേ ബി ഈ ഒരു ക്ലാരിറ്റി ഓർമ്മ തന്നെയായിരിക്കും ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. കാരണം എത്രയോ വലിയൊരു കോയിൻ ആണ് ലൂണ പോലുള്ള ഒരു കോയിൻ ഇതുപോലെ ഇങ്ങനെ ക്രാഷ് ആയ സമയത്ത്, അതും വിത്തിൻ എ സിംഗിൾ ഡേ തന്നെ ക്രാഷ് ആയ സമയത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് എന്താ ചെയ്യാന്ന് പോലും പറ്റുന്നില്ലേ. അതിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോയിൻ ഫോളോ ആവാൻ. അതുപോലെ തന്നെയാണ് എത്രയോ വലിയ ഉയരത്തിൽ നിൽക്കുന്നതാണ് FTX, സെക്കൻഡ് ലാർജസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇത്രയും ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടും അതിനൊന്നും ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രിപ്റ്റോ എനിക്ക് തോന്നുന്നു ഹോൾ ക്രിപ്റ്റോ വേൾഡിന് തന്നെ ഒരു നെഗറ്റീവ് എഫക്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന സാധനങ്ങൾ ഇഫ് ഇറ്റ് ഇസ് ഫെയിലിംഗ് മിസറബിളി ലൈക്ക് ദിസ്, വൈ ദി അതർ വിൽ നോട്ട് ഫെയിൽ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എക്സ്ചേഞ്ചുകളെ കമ്പയർ ചെയ്തുകൊണ്ട് ഇഫ് ഇറ്റ് ഓൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ക്യാൻ ഡു ദിസ്, വൈ അതർ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് നോട്ട് ഡൂയിങ് ദിസ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. സോർട്ട് ഓഫ് സൊല്യൂഷൻ കുഡ് ബി ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്, ബിക്കോസ് പെർട്ടിക്കുലറായിട്ട് സെൻട്രലൈസ്ഡ് പേഴ്സൺ അതിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് കുഡ് ബി എ സോർട്ട് ഓഫ് സൊല്യൂഷൻ. ബട്ട് സ്റ്റിൽ, കാരണം ഐ ഹാവ് ഫ്യൂ ഓഫ് മൈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ CoinDCX. അപ്പോൾ എനിക്ക് CoinDCX ഇന്ന് രാവിലെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ദർ ഇസ് 2 methods ഓഫ് കീപ്പിംഗ് യുവർ റിസർവ് ഫണ്ട്സ്. ഒന്ന്, ഞങ്ങൾ ഇഫ് ഇറ്റ് ഓൾ യു ബിലീവ് ദി എക്സ്ചേഞ്ച് വി വിൽ കീപ്പ് ഇറ്റ് ഫോർ യു. അതല്ലെങ്കിൽ യു ക്യാൻ ഡു ദിസ് ആൻഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആക്ടിവിറ്റി ആൻഡ് യുവർ സെൽഫ് ചൂസ് ഹൗ ടു ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം, ഒരു മെയിൽ റിപ്ലൈ കൊടുക്കാൻ രീതിയിൽ. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു വിഷയം മറ്റെല്ലാ എക്സ്ചേഞ്ചുകളെയും എഫക്ട് ചെയ്തുകൊണ്ട് ദേ ആർ ട്രൈങ് ടു ബിൽഡ് ട്രസ്റ്റ് ദെയർ. ഇവിടെ എനിക്ക് എൻ്റെ ഫണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുമ്പോൾ ഐ എം ഫീലിംഗ് എ സോർട്ട് ഓഫ് ട്രസ്റ്റ് ദെയർ. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ബിക്കോസ് അതർവൈസ് എല്ലാവരും ക്രാഷ് ആവും. ദ ക്രിപ്റ്റോ സ്പേസ് ഇസ് ഗോയിങ് ടു ബി വെരി ബാഡ്. ബീങ് എ പേഴ്സൺ, ബോത്ത് ഞാനായാലും വിഷ്ണു നീ ആയാലും, നമ്മൾ രണ്ടുപേരും വി ബിലീവ് ഇൻ ക്രിപ്റ്റോ, we believe in the technology, we believe in the blockchain space, we believe in the crypto space. പക്ഷേ this would be the worst time to be a part of. Or maybe this would be the most riskiest time to be the part of എന്നുള്ളതാണ് ഫാക്ട്. may not be the worst, say, കാരണം we have to, അതിന് rationally we have to think about it. പക്ഷെ അതല്ലാത്ത പക്ഷം ക്രിപ്റ്റോ is in the worst time. ഒരു പുതിയ കാര്യം, when there is a bubble, it bursts into a certain activity and it goes to its lowest, and that lowest ആണ് ഇപ്പോൾ ഉള്ള ക്രിപ്റ്റോന്റെ സ്റ്റാൻഡ്. And crypto as a whole, the ecosystem as a whole, the projects around it as a whole has to change a lot. റെഗുലേറ്റേഴ്സിന് ഞാനും നോക്കി വെച്ചാൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് റെഗുലേറ്റേഴ്സ് ആണ്. കാരണം ഇപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു 1 year ബിഫോറോ സംതിങ് NFT നല്ല രീതിയിൽ ബൂമായി കാണാൻ, പക്ഷെ നല്ല പ്രോജക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ NFT എന്ന് പറഞ്ഞ ഒരു ടൈം തന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബിക്കോസ് അതും ഇല്ലാതെ ഒരു ടൈമിൽ ബൂമായി വന്നിട്ടുള്ളതാണ്. മേ ബി റെഗുലേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ് ഈ ഒരു ഹോൾ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റെഗുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ട്രസ്റ്റബിൾ ആയിട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക ഒരു ഏരിയ ആണ് ക്രിപ്റ്റോന്റെ NFT പോലുള്ളതിൻ്റെ ഏരിയ തന്നെ. പക്ഷേ ശരിക്കും റെഗുലേറ്റേഴ്സ് ഇല്ല, സെൻട്രലൈസ്ഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ബട്ട് പീപ്പിൾ ക്യാൻ മാനിപ്പുലേറ്റ്. ദർ ഇസ് എ ലോട്ട് ഓഫ് സ്പേസ് ഇൻ ബിറ്റ്വീൻ, ലൂപ്സ് ഉണ്ട്. തിങ്സ് ഹാവ് ടു ചേഞ്ച് എ ലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ട് FTX ഹാസ് ഗോൺ ത്രൂ ടിൽ ഡേറ്റ്. ഇപ്പോൾ ഉള്ളത് വരെ ദിസ് ഇസ് വാട്ട് FTX ഇസ് പ്ലേയിങ് വിത്ത്. ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റേജസ്. ആൻഡ് ദർ ഇസ് നോ ന്യൂ അപ്ഡേറ്റ്സ് ഐ ഗെസ് ടിൽ നൗ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് വരെ ദിസ് ആർ ദ തിങ്സ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൗണ്ട്. And if at all there is something new, we'll obviously create another podcast and we'll beautifully do this thing. എന്തായാലും we'll see about it and let people say what they think about crypto and the FTX അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. What do you think actually? Make sure you comment below. And yeah, till next video. Thank you and bye.